ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്ന് തുടക്കത്തിൽ മാർക്കറ്റിലുണ്ടായിരുന്ന ഗെയിനും ആ പോസിറ്റിവിറ്റിയും ഒക്കെ പിന്നീട് വന്ന ശക്തമായ സെല്ലിംഗ് പ്രഷറിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 25,500 എന്ന ലെവൽ ഹോൾഡ് ചെയ്യാനാവാതെ നിഫ്റ്റി താഴോട്ടേക്ക് പോയതായിട്ട് നമുക്ക് കാണാം. 25,405 എന്ന ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 25,505 നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 25,587 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു നിഫ്റ്റിയിൽ. എന്നാൽ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ ലോ എന്ന് പറയുന്നത് 25,384. അപ്പോൾ ആ ഹൈയും ലോയും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 200 പോയിന്റിൽ കൂടുതലാണ്. അപ്പോൾ ഒരു വലിയൊരു സെല്ലിംഗ് ആണ് യഥാർത്ഥത്തിൽ നിഫ്റ്റിയിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല മുന്നേറ്റം കാഴ്ചവെച്ച ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റോക്കുകളിലാണ് കാര്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ BSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ 48% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 48% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തതായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ നിഫ്റ്റി 50യിൽ ഉണ്ടായിട്ടുള്ള ഒരു വീക്ക്നെസ് ബ്രോഡർ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളും ഒരു ന്യൂട്രൽ റേഷ്യോയിലാണ് നമുക്ക് കാണുന്നത്. പിന്നെ നിഫ്റ്റി 50യെ താഴത്തേക്ക് വലിച്ചതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുമ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്കും ബജാജ് ടിൻസും ഒക്കെയാണ് പ്രധാനമായിട്ടും താഴത്തേക്ക് നിഫ്റ്റിയെ കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25,200 അതുപോലെ 25,800 ആ ഒരു റേഞ്ച് അത് കുറച്ചു കാലം കൂടി ആ രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള എന്തെങ്കിലും ട്രിഗർ പോയിന്റ് വരേണ്ടതുണ്ട്. അതെല്ലാവരും പ്രതീക്ഷിക്കുന്നത് India-US ട്രേഡ് ഡീലാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് അനൗൺസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് 48 മണിക്കൂറിനുള്ളിൽ അത് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഡീൽ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ടമായ കാരണമായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത് US ഇന്ത്യയുടെ അഗ്രികൾച്ചർ അതേപോലെ ഡയറി സെക്ടറുകളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള അവരുടെ താരിഫ് കുറക്കാനാണ് ശക്തമായ സമ്മർദ്ദം അവർ ഇന്ത്യയുടെ മേൽ ചുമത്തുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഈ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. അവിടെ സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. അവരുടെ ലാൻഡ് ഹോൾഡിംഗ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ കൂടുതൽ ലിബറലൈസേഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ എക്കണോമിയെ തകർക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അത് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കും. കൂടാതെ അത് പൊളിറ്റിക്കലി വലിയ പ്രഷർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും അവരുടെ ആ ഒരു ഡയറി സെക്ടർ ഇതിനു മുമ്പ് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഭാഗമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ US-ൻ്റെ ഈ ഒരു പ്രഷർ എത്രമാത്രം ഇന്ത്യക്ക് പിടിച്ചേൽക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ US മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഡാറ്റകൾ വരുന്നത് വളരെയധികം നെഗറ്റീവാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ജോബ് ഡാറ്റ വന്നിട്ടുള്ളത് നെഗറ്റീവായിട്ടാണ്. തീർച്ചയായിട്ടും US മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ഔട്ട്ഫ്ലോ എമേർജിംഗ് മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഡോളർ വലിയ തോതിൽ വീക്കാണ്. അപ്പോൾ ഏകദേശം 10% ഡോളർ ഇതുവരെ ഡിപ്രിസിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള എമേർജിംഗ് മാർക്കറ്റ് വളരെ ഗുണകരമാകേണ്ടതാണ്. ഇപ്പോൾ FIIs-ൻ്റെ ബൈങ് ശക്തമായിട്ട് ഇവിടെ വരേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് FIIs-ന് നിൽക്കുന്നത് നമ്മുടെ ഹൈ വാല്യുവേഷൻസ് ആണ്. അപ്പോൾ ആ ഒരു ഹൈ PE ന്യായീകരിക്കുന്ന രീതിയിലുള്ള Q1 റിസൾട്ടുകൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് കാണുന്ന പല ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലും വലിയ ക്രാഷുകൾ കാണേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോഷ്യസ് അപ്രോച്ചാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം വന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റകളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുക. ആകെ വന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയാണ്. ബാക്കി ഡാറ്റകളൊക്കെ വളരെ പോസിറ്റീവാണ്. ഇന്ന് വന്നിട്ടുള്ള മാനുഫാക്ചറിങ് PMI ഡാറ്റ അഥവാ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ അത് ജൂൺ മാസത്തേത് രേഖപ്പെടുത്തിയിട്ടുള്ളത് 58.4 എന്ന ഒരു ഫിഗറാണ്. കഴിഞ്ഞ മാസം അത് 57.6 ആയിരുന്നു. അപ്പോൾ ഇത് 2024 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഹയസ്റ്റ് ഡാറ്റ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സർവീസ് PMI ഡാറ്റയും 60.4 എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അത് 58.8 എന്ന ലെവലിലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഡാറ്റകൾ വരുന്നുണ്ടെങ്കിലും നമ്മളെ മാർക്കറ്റിനെ അത് ബൂസ്റ്റ് ചെയ്യാൻ പര്യാപ്തമാകുന്നില്ല എന്ന് നമുക്ക് കാണുകയും അതിന് പ്രത്യേകിച്ച് ഒരു കാരണം നമ്മുടെ മാർക്കറ്റ് ഒരിക്കലും ഒരു ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ല എന്നുള്ളതാണ് ഒരു കാരണം. ഇപ്പോൾ സാധാരണഗതിയിൽ PMI ഡാറ്റയും സർവീസ് PMI ഡാറ്റയും ഒക്കെ 50% മുകളിൽ വരിക എന്ന് പറയുന്നത് അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വമ്പിച്ച ഒരു ഗ്രോത്ത് ആയിട്ടാണ് അവർ കാണുക. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി ഒരു ഗ്രോത്തിൻ്റെ പാതയിലായതുകൊണ്ട് ഇത്തരം ഡാറ്റകളോട് വലിയ തോതിൽ നമ്മുടെ മാർക്കറ്റ് പ്രതികരിക്കാതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില സ്റ്റോക്കുകൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ചില സ്റ്റോക്കുകൾ അതിൻ്റെ 200 DMA ക്രോസ് ചെയ്ത് പോയതായിട്ട് കാണാം. കഴിഞ്ഞ ജൂലൈ 2-ാം തീയതി ആ 200 DMA മുകളിൽ കയറി ഒരു പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് സാധ്യത കാണിച്ച
കുറേ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 500 ഉൾപ്പെട്ടിട്ടുള്ള അത്തരം ചില സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 200 DMA എന്ന് പറയുന്നത് പൊതുവെ ഒരു സ്റ്റോക്കിൻ്റെ ഓവറോൾ ട്രെൻഡ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് 200 DMAക്ക് താഴെ പോയിട്ട് ഡൗൺ ട്രെൻഡിൽ കിടന്ന് പിന്നീട് ഒരു നല്ല ബൈങ് ദൃശ്യമായതിനാൽ 200 DMA ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലിട്ട് വരുമ്പോൾ അതൊരു അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യത ഉള്ളതായിട്ടാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്താറുണ്ട്. എന്നാൽ ഇത് 100% ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാകണമെന്നില്ല. കാരണം ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. കൂടാതെ ഒരു 60-70% ആക്യുറസി മാത്രമേ നമുക്ക് ഇത്തരം ഇൻഡിക്കേറ്ററുകളിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഡിക്കേറ്ററുകളുടെ കൂടെ മറ്റ് കോമ്പിനേഷൻ ഇൻഡിക്കേറ്ററുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അതുപോലെ ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നടത്തിക്കൊണ്ട് അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസ് നടത്തിക്കൊണ്ടൊക്കെ വേണം നമ്മൾ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റ് നോളജ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും സുമിറ്റോമോ കെമിക്കൽസിൻ്റെ 200 DMA 524 എന്ന ഒരു ലെവലിലായിരുന്നു ജൂൺ 2-ാം തീയതി ഉണ്ടായിരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് നമ്മൾ കാണുന്നത് 528 എന്ന ലെവലാണ്. ഇപ്പോൾ സുമിറ്റോമോ കെമിക്കലിലെ ഒരു 26,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ്. ROC 25ഉം ROE 18ഉം കാണിക്കുന്ന ശക്തമായ പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 9%, പ്രോഫിറ്റ് ഗ്രോത്ത് 35% കഴിഞ്ഞ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ഡെറ്റ് പൊസിഷൻ ഒക്കെയാണ് 0.02 എന്നുള്ള ഒരു സീറോ ഡെറ്റ് ലെവലുള്ള ഒരു കമ്പനിയാണ്. ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 3% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 8% ഹോൾഡിങ്ങും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു PE നമ്മൾ നോക്കുമ്പോൾ 52.5 എന്നുള്ള PE ആണ് കാണുക. ഇതിൻ്റെ ഒരു മീഡിയൻ പിയും അതേ ഒരു 52 ലെവലിലുള്ള ഒരു PE ആണ്. അപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഇതേ രീതിയിൽ 200 DMA ക്രോസ് ചെയ്തിട്ടുള്ളത് ഗെയിലാണ്. അത് ജൂൺ 2-ാം തീയതി 190 എന്നുള്ള പ്രൈസ് ഉള്ളപ്പോഴാണ് അതിൻ്റെ 200 DMA ക്രോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 192 എന്ന ലെവലിലാണ് അതിൻ്റെ പ്രൈസ് കാണാൻ കഴിയുക. ഈ സ്റ്റോക്ക് ഒരു വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള 1,26,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ലാർജ് ക്യാപ് PSU കമ്പനിയാണ്. ഇതിൻ്റെ ROC 14ഉം ROE 13ഉമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.25 മാത്രമാണ്. ആ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ ഒരു സെയിൽസ് ഗ്രോത്ത് 6%, പ്രോഫിറ്റ് ഗ്രോത്ത് 6%ആണെന്ന് കാണണം. അപ്പോൾ ആ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അത്ര ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയില്ല. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു അട്രാക്ഷൻ ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡാണ്. 3.37% ഒരു ഡിവിഡൻഡ് ഈൽഡ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 14% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 19% ഹോൾഡിങ്ങും ഈ സ്റ്റോക്കിലുണ്ട്. ഇതിൻ്റെ ഒരു 3 ഇയർ ഒരു മീഡിയൻ PE നമ്മൾ കാണുന്നത് 12 എന്ന ലെവലാണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE ഏകദേശം 12 എന്ന ലെവൽ തന്നെയാണ്. ഒരു ലോ PEയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് 200 DMA ക്രോസ് ചെയ്തിട്ടുള്ളത് ട്രെൻഡാണ്. 6,160 എന്ന പ്രൈസ് വന്നപ്പോഴാണ് അത് 200 DMA ക്രോസ് ചെയ്തത്. ഇപ്പോൾ 6,180 എന്ന പ്രൈസിലാണ് നമുക്ക് കാണാൻ കഴിയുക. 2,19,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള വലിയൊരു ലാർജ് ക്യാപ് നിഫ്റ്റി 50 കമ്പനിയാണിത്. ROC 30ഉം ROE 30ഉം രേഖപ്പെടുത്തുന്ന ഹൈ പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 38%, പ്രോഫിറ്റ് ഗ്രോത്ത് 58%, കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള കമ്പാരിസണിൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ 0.5 താഴെയുള്ള ഒരു ഡെറ്റ് ഇക്വിറ്റിയാണ്. ഡെറ്റ് ലെവലൊക്കെ ഓക്കെയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 19% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 17% ഹോൾഡിങ്ങുള്ള നല്ല ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. എന്നാൽ ഇതിൻ്റെ ഒരു കൺസേൺ ഉള്ളത് ഇതിൻ്റെ PE റേഷ്യോ തന്നെയാണ്. 153 എന്ന PE ആണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുക. എന്നാൽ അത് മീഡിയം PE ആയിട്ടുള്ള 170 താഴെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിൽ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിലൊരു ഷോർട്ട് ടേം ഓപ്പർച്യൂണിറ്റി തിരയുന്നവർക്ക് മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോൾ ലോങ് ടേമിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് ലെവലിൽ ഒരു റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് തോന്നുക. കാരണം അവിടെ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.